ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 42-ാം തിരുവചനം. യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ പിശാച് അവനെ നിലത്ത് വീഴ്ത്തി പീഡിപ്പിച്ചു. യേശു അശുദ്ധാത്മാവിനെ ശാസിക്കുകയും കുട്ടിയെ സുഖപ്പെടുത്തി പിതാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു. പരിശുദ്ധ തൃത്വ ഏകദൈവത്തിന് സ്തുതി. യേശുവിൻ്റെ പ്രഭാവലയത്തിലേക്ക് ആ കുഞ്ഞടുക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ആ കുഞ്ഞിനെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരുന്ന ദുഷ്ടാത്മാവ് ആ മകനെ തള്ളി താഴെയിടുകയാണ്. കാരണം യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഒരു മകനും മകളും അടുക്കരുത് എന്ന നിർബന്ധം നമ്മുടെ മക്കളെ ബന്ധിപ്പിക്കുന്ന സാത്താനുണ്ട്. ഇന്ന് ഈ ആധുനിക ലോകത്തിൽ ഒരുപക്ഷെ ഒരു യഥാർത്ഥ ദുഷ്ടാത്മാവായിട്ടല്ല നമ്മുടെ മക്കളെ പിശാച് നാം പോലും അറിയാതെ കീഴ്പ്പെടുത്തുന്നത്. മാതാപിതാക്കൾക്ക് പരിമിതമായ അറിവ് മാത്രമുള്ള ന്യൂജൻ ബന്ധനങ്ങളിൽപ്പെട്ട് ദൈവത്തിൽ നിന്നും അകലുന്ന നമ്മുടെ അടുത്ത തലമുറ, അതിന് പരോക്ഷമായെങ്കിലും കാരണമാകുന്ന മാതാപിതാക്കൾ, ഭവനങ്ങളിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയമില്ലാത്ത വിധം ദിവസത്തിൽ അല്പസമയമെങ്കിലും വിശുദ്ധ വേദപുസ്തകം വായിക്കുവാനോ ദൈവത്തെ ആരാധിക്കുവാനോ വിശുദ്ധ തൃത്വത്തെ തങ്ങളുടെ മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാനോ സാധിക്കാത്ത വിധം അജ്ഞതയിൽ തുടരുവാൻ ആഗ്രഹിക്കുന്ന ക്രിസ്തീയ മാതാപിതാക്കൾ, ലോകൈക കാര്യങ്ങളിൽ അറിവും കഴിവും പ്രാവീണ്യവും നേടാൻ നെട്ടോട്ടം ഓടുന്ന തിരക്കിൽ ആരാണ് പിതാവാം ദൈവം, ആരാണ് ഏക രക്ഷകനായ യേശു, ആരാണ് പരിശുദ്ധാത്മാവ് എന്ന് പഠിക്കുവാനും ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും ശ്രമിച്ച് മക്കൾക്ക് അടുത്ത തലമുറയ്ക്ക് വേണ്ടുവോളം ദൈവ സ്നേഹം പരിചയപ്പെടുത്തി കൊടുക്കുവാനും കഴിയാതെ പോകുന്ന നമ്മിൽ ചിലരെങ്കിലും. വിശുദ്ധ തൃത്വത്തെ ആരാധിക്കുവാൻ നമ്മുടെ ഭവനങ്ങളിൽ, പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ, വിശുദ്ധ ദേവാലയത്തിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും യേശുവിൻ്റെ വിശുദ്ധ ബലിയിൽ നമ്മുടെ മക്കളുമായി പങ്കെടുത്ത് അവരെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കുന്ന ഓരോ മാതാവും പിതാവുമായി നമുക്ക് മാറുവാൻ ആഗ്രഹിക്കാം. അങ്ങനെ നമ്മുടെ ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള ഭയഭക്തി, നമ്മുടെ ദൈവത്തോടുള്ള ആരാധന, അത് നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഭവനത്തിലുള്ളവർക്ക്, നമ്മുടെ ബന്ധുമിത്രാദികൾക്ക്, നമ്മുടെ കൂട്ടുകാർക്ക് അവരുടെ പലവിധത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്നും അവർക്ക് വിടുതൽ ലഭിക്കത്തക്ക വിധം നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ അവരോടുള്ള ഇടപെടൽ മുഖാന്തരമാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. യേശുവിൻ്റെ സന്നിധിയിലേക്ക് ആ പിതാവ് തൻ്റെ മകനെ കൊണ്ടുവന്ന പോലെ നമുക്കും നമ്മുടെ ചുറ്റിലും ബന്ധനത്തിലിരിക്കുന്നവരെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുവാൻ സാധിക്കും. ആ മകനെ യേശു സുഖപ്പെടുത്തിയ പോലെ നാം സ്നേഹിക്കുന്ന, നാം ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ വ്യക്തിക്ക് പൂർണ്ണ സൗഖ്യം ലഭിക്കത്തക്ക വിധം, പൂർണ്ണ മോചനം ബന്ധനങ്ങളിൽ നിന്ന് ലഭിക്കത്തക്ക വിധം നമ്മുടെ യാചന യേശുവിൻ്റെ സന്നിധിയിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെ യേശുവിൻ്റെ അധികാരത്തിന് കീഴിൽ തകർന്ന ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുവാനും നമ്മുടെ ഭവനത്തിലെ, നമ്മുടെ ചുറ്റുപാടുകളിലെ ഏറ്റവും വേദനാജനകമായ സാഹചര്യങ്ങളിൽ പോലും യേശുവിൻ്റെ കരസ്പർശത്താൽ മോചനം ലഭിക്കുന്ന വലിയ സാക്ഷ്യത്തിന് നാം ഓരോരുത്തരും യോഗ്യരാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.